ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, തൻ്റെ മക്കളുടെ അമ്മയാണ് അവൾ എന്ന് ഓർമ്മിക്കുന്ന പുരുഷനെ ഏതൊരു സ്ത്രീയും ബഹുമാനിക്കും. പരസ്പരം മനസ്സിലാക്കിയാൽ സ്വർഗം, അല്ലെങ്കിലോ 100% നരകം തന്നെ ദാമ്പത്യം. പിന്നെ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണ് തന്നെയാണ് ശത്രു, അത് സത്യം തന്നെ. അമ്മ, അമ്മായിയമ്മ, നാത്തൂൻ, സഹോദരി, മകൾ, എല്ലാ തലത്തിലും നല്ലവരും മോശം സ്വഭാവം ഉള്ളവരുമുണ്ട്. പക്ഷേ ഒരു പുരുഷൻ അവൻ്റെ ലൈഫിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ തന്നോടൊപ്പം ഉണ്ടാവും. അവൻ്റെ സ്നേഹമുണ്ടാവും തന്നോടൊപ്പമെന്ന് ആ പെണ്ണ് ആഗ്രഹിക്കും. അവൻ്റെ സ്നേഹമുണ്ടെങ്കിൽ എന്ത് നരകം വേണമെങ്കിലും അനുഭവിക്കാൻ അവൾ തയ്യാറാകും. പണം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത്. പ്രണയം ഇല്ലെങ്കിൽ ആ ജീവിതം നരകം തന്നെ. അവൻ മകൻ മാത്രമല്ല, നല്ല ഒരു ഭർത്താവും സഹോദരനും അച്ഛനും ഒക്കെ ആവണം. മറ്റൊരാൾ എന്തോ ഏതോ അത് അവൾക്കറിയേണ്ട. തൻ്റെ ഭർത്താവ്, അതാണ് അവളുടെ ലോകം. താലി കെട്ടാൻ ഒരുവന് കെൽപ്പുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കാനും അവൻ ബാധ്യസ്ഥൻ തന്നെ. ഭർത്താവിന് താലി കെട്ടാൻ കഴുത്ത് കുനിച്ചു കൊടുക്കാൻ അവൾ തയ്യാറാവുമ്പോൾ അവളുടെ ലോകം ഇനി മുതൽ ഭർത്താവ് എന്ന് അവൾ കരുതും. പരസ്പരം അഭിമാനം സംരക്ഷിക്കാനും ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയണം. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ കഴിയണം. അടിമ ഒരിക്കലും ഒരു ഉടമയെ സ്നേഹിക്കില്ല. ഒരാളും മറ്റൊരാളുടെയും അടിമയല്ല. തന്നെപ്പോലെ വേദനിക്കും തൻ്റെ പങ്കാളിക്ക് എന്ന് തിരിച്ചറിയണം. സ്നേഹം മനസ്സിലില്ല എങ്കിൽ എന്തിനും ഏതിനും മറ്റൊരാളെ, അതായത് പാർട്ട്ണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്നേഹം ജീവിതകാലം മുഴുവൻ വേണം. അതില്ലെങ്കിൽ പരസ്പരം വഴക്ക് പതിവാകും. മക്കൾക്ക് പോലും സമാധാനമുണ്ടാവില്ല. മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ വളരുക. ആണും പെണ്ണും പരസ്പരം ഒത്തുചേരുമ്പോൾ മാത്രമാണ് വിവാഹ ജീവിതം. ശരീരം മാത്രം ചേരുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. മനസ്സുകൊണ്ട് ചേരണം. ഭാര്യയും ഭർത്താവും നല്ല കൂട്ടുകാരാവണം. തുറന്ന് സംസാരിക്കാതെ ഇരുന്നാൽ മറ്റൊരാളുടെ മനസ്സ് എങ്ങനെ അറിയും? ഒന്ന് തെക്കും ഒന്ന് വടക്കുമെങ്കിൽ ജീവിതം വെടക്കാകും. അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമാവാൻ ഒരു പരിധിവരെ കഴിയൂ ആർക്കും. ഒടുവിൽ അതൊരു പൊട്ടിത്തെറിയാവും. ഡിവോഴ്സ് എല്ലാവർക്കും സാധിക്കില്ല. തൻ്റെ പാതിയാണ് തൻ്റെ ലൈഫിൽ മരണം വരെ ഒപ്പമുണ്ടാവേണ്ടത് എന്ന ഓർമ്മ രണ്ടു പേർക്കും വേണം. നാട്ടുകാർക്ക്, വീട്ടുകാർക്ക് ഒരു പരിധിവരെയേ ലൈഫിൽ സ്ഥാനമുള്ളൂ. അത് സ്വന്തം മക്കളായാലും അവർക്ക് 3-ാം സ്ഥാനം മാത്രം നൽകുക. ഭാര്യ, ഭർത്താവ്, അവർക്കിടയിൽ മറ്റൊരാൾ വേണ്ട. എല്ലാവർക്കും അവരവരുടെ സ്ഥാനമുണ്ട്. മക്കളെ പോസ്റ്റ്മാനാക്കരുത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പറയാനുള്ളത് പറയുക. അടിയും വഴക്കും ഒന്നിനും പരിഹാരമല്ല. ചിലർ സംസാരം തന്നെ ഉണ്ടാവില്ല. ഒരു വീട്ടിൽ അപരിചിതരെ പോലെ 2 പേർ. ചിലർ അവരുടെ വാശി ജയിക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നു. അവനവൻ്റെ ജീവിതം നശിക്കുന്നു എന്നവർ ചിന്തിക്കുന്നില്ല. ഒന്ന് കിടപ്പിലായാൽ പാർട്ട്ണർ വേണം. ഇട്ടെറിഞ്ഞു പോവലല്ല, മരണം വരെ എന്തു വന്നാലും ഒപ്പം നിൽക്കുന്നതാവണം കുടുംബജീവിതം.